ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ആ ഒരു ഭാഗമാണ് ഗൃഹത്തിന്റെ കന്നിമൂല എന്ന് പറയുന്നത്. നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂല ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ പലതരത്തിലുള്ള തിരിച്ചടികളും നമുക്ക് അനുഭവിക്കേണ്ടതായി വരും. കടവും കുടുംബകലഹവും ദാരിദ്ര്യവും രോഗദുരിതങ്ങളുമെല്ലാം ഇതിന്റെ പരിധിയിൽ വരുമെന്നതാണ്. കന്നിമൂലയിൽ ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വളരെ ലളിതമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരറിവാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന 3 വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിൽ നമ്മൾ സ്ഥാപിക്കുമെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് പടിഞ്ഞാറേ കോൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് ഈ പറയുന്ന കന്നിമൂല എന്നത്. അതിന് നേരെ എതിർവശമായിട്ടുള്ള ആ ഒരു കിഴക്ക് വടക്കേ ദിക്ക്, അതിനെയാണ് നമ്മൾ ഈശാനമൂല എന്ന് പറയുന്നത്. ഈശാനമൂലയിൽ നിന്നൊരു ഊർജ്ജരേഖ നമ്മുടെ കന്നിമൂലയിലേക്ക് കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ 4 പ്രധാന ദിക്കുകളും ബാക്കി 3 ഉപദിക്കുകളും ദേവന്മാർ ഭരിക്കുമ്പോൾ കന്നിമൂല അല്ലെങ്കിൽ ഈ ഒരു നിര്യതി കോൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഭരിക്കുന്നത് ഒരു അസുരൻ കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു കന്നിമൂല നമ്മൾ ശുചിയായി സൂക്ഷിച്ചില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിലുള്ള വിപത്തുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് ആഗതമാകും. കടങ്ങൾ വർദ്ധിക്കും, രോഗദുരിതങ്ങൾ വർദ്ധിക്കും, മനപ്രയാസങ്ങൾ ഏറി വരും. അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിന്റെ കന്നിമൂല ഏതെങ്കിലും രീതിയിൽ അശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ശുദ്ധമാക്കുക. അങ്ങനെ ശുദ്ധമാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ഈ ദോഷങ്ങളെല്ലാം തന്നെ അകന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഒരു തെക്ക് പടിഞ്ഞാറേ കോണില് മലമൂത്ര വിസർജനം നടത്തുകയോ കിണറ്, കക്കൂസ്, അഴുക്കുചാല് എന്നിവയുടെ സാന്നിധ്യമോ ഉണ്ടാകാൻ പാടില്ല. കടം വരിക, ആ ഒരു മനസ്സമാധാനം കുറയുക, കുട്ടികളുടെ ആരോഗ്യം നശിക്കുക, സ്ത്രീകളുടെ ആരോഗ്യം നശിക്കുക, ദിനവും ഇങ്ങനെ രോഗദുരിതങ്ങൾ പെരുകുക, ഇതൊക്കെ കന്നിമൂല അശുദ്ധമായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. അപ്പോൾ വലിയ രോഗദുരിതങ്ങളും കടവും ബാധ്യതയും ഒക്കെ അനുഭവിക്കുന്നവര് നിങ്ങളുടെ ആ ഒരു കന്നിമൂല ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷത്തിന് ഉതകുന്ന തരത്തിൽ വൃത്തിഹീനമായിരിക്കും. അത് നിങ്ങളൊന്ന് ശുദ്ധീകരിച്ചാൽ തന്നെ നിങ്ങളുടെ ദോഷങ്ങൾ പകുതി നീങ്ങിപ്പോകുമെന്നതാണ്. അപ്പോൾ ഈ വിധം കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ട് എങ്കിലും ഇനി പറയാൻ പോകുന്ന 3 ചെടികൾ നമ്മൾ ഈ ഒരു കന്നിമൂലയിൽ നടുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. വാസ്തുദോഷത്തെ അത് പരിഹരിക്കും, കന്നിമൂലയെ അത് ശുദ്ധീകരിക്കും. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കന്നിമൂല വരുന്ന ഭാഗം ശുചിയാക്കുക, ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഗൃഹത്തിൽ ആരെങ്കിലും മലമൂത്ര വിസർജനം നടത്തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഴുക്ക് ചാല് ഉണ്ടായിരിക്കുകയോ വെള്ളം കെട്ടി നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്, അതൊക്കെ നിങ്ങളൊന്ന് വാരി മാറ്റുക. ശേഷം അത് ഉചിതമായ സ്ഥാനത്തേക്ക് മാറ്റുക. കന്നിമൂല ഏറ്റവും ശുചിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഒപ്പം ഇനി പറയാൻ പോകുന്ന 3 ചെടികൾ കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് ആ ഒരു കൃഷ്ണ തുളസി ചെടിയാണ്. ഈ ഒരു കൃഷ്ണ തുളസി ചെടി ആ ഒരു ചെടിച്ചട്ടിയിലാണ് എങ്കിൽ പോലും കന്നിമൂലയിൽ നട്ടുപരിപാലിക്കുന്നത് സർവൈശ്വര്യത്തെ നേടിത്തരും. പലർക്കും കന്നിമൂലയിൽ ഈ ഒരു തുളസി ചെടി നടാമോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും. യാതൊരു ഭയവും വേണ്ട. തുളസി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യമാണ്. തുളസി ചെടി നമ്മുടെ ഗൃഹത്തിന്റെ ഏതൊരു ഭാഗത്തും നമുക്ക് നട്ട് പരിപാലിക്കാം. യാതൊരു പ്രശ്നവുമില്ല. ഈ വിധം തുളസി ചെടി നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിൽ നട്ട് പരിപാലിക്കുന്നത് ഒരു വിധമുള്ള വാസ്തുദോഷങ്ങൾക്കെല്ലാം പരിഹാരമാണ്. എന്തുകൊണ്ടെന്നാൽ തുളസി നിൽക്കുന്ന സ്ഥാനത്ത് ലക്ഷ്മി വാസം ഉണ്ടാകുമെന്നതാണ്. ലക്ഷ്മി ദേവിക്ക് പ്രിയമാർന്ന ഒരു സസ്യമാണ് തുളസി. തുളസിയുടെ സാന്നിധ്യം കൊണ്ട് അവിടേക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം ഉണ്ടാകുകയും തന്മൂലം അവിടെയുള്ള നെഗറ്റീവ് ഊർജത്തെ ആ ഒരു തുളസി ചെടി കെടുത്തുകയും ചെയ്യും. മാത്രമല്ല, അവിടേക്ക് ലക്ഷ്മി വാസവും ഉണ്ടാകും. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് നമ്മൾ നടേണ്ടുന്ന ഒരു ചെടി എന്ന് പറയുന്നത് അവർ ഗണേശന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള കറുകപ്പുല്ലാണ്. അപ്പൊ നമ്മുടെ ആ ഒരു കന്നിമൂല വരുന്ന ഭാഗം കോൺക്രീറ്റോ മറ്റ് തരത്തിലുള്ളതായിട്ടുള്ള ഇന്റർലോക്ക് ഒക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ചെടിച്ചട്ടിയിൽ അവിടെ നട്ട് പരിപാലിക്കാം. കറുക നമ്മൾ ആ ഒരു കന്നിമൂല ഭാഗത്ത് നട്ട് പരിപാലിക്കുന്നതിലൂടെ അവിടെ ഗണേശ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇത് നമ്മുടെ ഗൃഹത്തിന്മേൽ വന്ന് ഭവിച്ചിട്ടുള്ള സാമ്പത്തിക തടസ്സങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ വിധത്തിൽ തടസ്സങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ആ തടസ്സങ്ങളെയൊക്കെ തന്നെ അതില്ലായ്മ ചെയ്യും. കന്നിമൂല കൊണ്ട് നമ്മുടെ തൊഴിൽപരമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ, ധനവരവിലുള്ള തടസ്സങ്ങൾ, വിവാഹത്തിൽ ഏർപ്പെടുന്ന തടസ്സങ്ങൾ, ഈ വക തടസ്സങ്ങളെല്ലാം തന്നെ ആ ഒരു വിഘ്നേശ്വരൻ നമ്മുടെ കന്നിമൂലയിൽ കൂടികൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് ഈ ഒരു കന്നിമൂല വരുന്ന ഭാഗത്ത് ഈ കറുകപ്പുല്ല് വളർത്തിയാൽ മതിയാകും. ഇനി മൂന്നാമതായിട്ട്
നമ്മുടെ ആ ഒരു കന്നിമൂലയിൽ നടേണ്ടുന്ന ഒരു ചെടി എന്ന് പറയുന്നത് മുക്കുറ്റിയാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. പാർവതി ദേവിക്കും ഭദ്രകാളിക്കും അതീവ പ്രാധാന്യമേറിയ ഒരു സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഈ വിധം നമ്മുടെ ആ ഒരു കന്നിമൂലയിൽ മുക്കുറ്റി വളർത്തി അതിനെ പരിചരിക്കുന്നതിലൂടെ അവർ പാർവതി ദേവിയുടെയും ഭദ്രകാളി ദേവിയുടെയും സാന്നിധ്യം നമ്മുടെ കന്നിമൂലയിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരു മൂട് മുക്കുറ്റി നമ്മുടെ കന്നിമൂലയിൽ നട്ടുപരിപാലിക്കുന്നത് ഈ ദേവതമാരുടെ സാന്നിധ്യത്തെ കൊണ്ടുവരികയും സകല ദുഷ്ടശക്തികളും നമ്മുടെ ഗൃഹം വിട്ടേ പോകുന്നതിന് അത് കാരണമായി വർത്തിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ആഭിചാര ദോഷങ്ങൾ, വിളി ദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, കണ്ണേറ്, കമ്പേറ്, നാവേറ് ദോഷങ്ങളൊക്കെ തന്നെ ഈ വിധത്തില് അവർ ഭദ്രകാളി പാർവതി ദേവിയുടെ ഒക്കെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിൽ ഉണ്ടാകുന്നതോടുകൂടി ഹരിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര്, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, കടം, ഇതൊക്കെ പെരുകിയിരിക്കുന്ന ആളുകൾ, ആരോഗ്യപരമായിട്ട് വലിയ രീതിയിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവര്, അതുപോലെ ദിവസവും ഗൃഹത്തിൽ ഷണ്ഡ അല്ലെങ്കിൽ വഴക്ക് നടക്കുന്ന ഗൃഹങ്ങളിലുള്ളവര്, ഇവരൊക്കെ നിങ്ങളുടെ ആ ഒരു ഗൃഹത്തിന്റെ കന്നിമൂല ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ അഴുക്ക് കെട്ടി തുളി പിടിച്ച് വളരെയധികം വൃത്തിഹീനമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യ വസ്തുക്കളൊക്കെ കൊണ്ട് അവിടെ കൂട്ടിയിട്ട് മലിനപ്പെടുത്തിയ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഗൃഹത്തിലെ ആ കന്നിമൂല ഒന്ന് ശുദ്ധമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഈ വിധം പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ നമുക്ക് അതിനെ തടയിടുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ 3 ചെടികൾ അതിലേതെങ്കിലും ഒന്ന് നമ്മൾ നട്ടുപരിപാലിച്ചാൽ പോലും വളരെയധികം പുണ്യദായകമാണ്. ഇനി എല്ലാ ചെടികളും കിട്ടുമെങ്കിൽ ആ എല്ലാ ചെടികളും നിങ്ങൾക്ക് ഈ ഒരു കന്നിമൂലയിൽ നട്ട് പരിപാലിക്കാം. അതൊക്കെ ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഇനിയിപ്പോൾ മഴക്കാലം കൂടി വരികയാണ്. ഈ പറയുന്ന മുക്കുറ്റിയും തുളസിയും കറുകയും എല്ലാം തന്നെ വളരെയധികം ആർജവത്തോടുകൂടി നമ്മുടെ ഗൃഹപരിസരത്ത് വളരാൻ തുടങ്ങാം. അപ്പോൾ അതിനെ നമ്മുടെ ഗൃഹത്തിന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് പിഴുതെടുത്ത് ഒരു ചട്ടിയിലോ മറ്റോ നമുക്ക് നമ്മുടെ കന്നിമൂലയിൽ നട്ട് അതിനെ പരിചരിക്കാം. ഇനിയിപ്പോൾ ആ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ ചെടികൾ നിങ്ങളുടെ ആ ഒരു ഫ്ലാറ്റിന് മുന്നിലും നിങ്ങൾക്ക് അതിനെ നട്ട് പരിപാലിക്കാം. ചെടിച്ചട്ടിയിലൊക്കെ കന്നിമൂലയിൽ തന്നെ നടണം എന്നില്ല. അപ്പോൾ ദോഷങ്ങൾ അലട്ടുന്നവർ മാത്രം ഈ വിധത്തിൽ അവരുടെ കന്നിമൂല ഒന്ന് പരിശോധിക്കാം. ആ കന്നിമൂല ഒന്ന് പരിഹരിക്കുന്നതിലൂടെ, അവിടെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആദേശം ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.